ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നത്. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 51 സങ്കീർത്തനം 2 തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. സങ്കീർത്തകനായ ദാവീദ് അനുതാപ ഹൃദയത്തോടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി വിലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ, എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ തിരിച്ചറിവാണ് വേണ്ടത്. എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ സൗന്ദര്യം ഇവിടെയാണ് വെളിപ്പെടുന്നത്. ഇന്നത്തെ ശുശ്രൂഷകളിൽ പ്രത്യേകമായി നമുക്ക് വർഷങ്ങളായി വചനം കേട്ടിട്ടും മാനസാന്തര അനുഭവമില്ലാത്ത, അനുതാപമില്ലാത്ത എല്ലാ ജീവിതങ്ങളെയും ത്രിയേക ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും സഹോദരി സഹോദരങ്ങളെല്ലാം കുടുംബമായി ഒരുമിച്ച് പാടി ആരാധിക്കുകയാണ്. We worship Lord. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. അനുദപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ, ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. യേശുവേ, ഈ വരം ഞങ്ങൾക്ക് നൽകണമേ. സുവിശേഷത്തിൽ വിശ്വസിക്കുക, മാനസാന്തര അനുഭവത്തിലോട്ട് വരുക, കൃപ നൽകണമേ. കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മലിനതയെല്ലാം കഴുകിടുവിൻ അനുതാപത്തിൻ മിഴിനീരാ. അനുതാപ ഹൃദയം നൽകണമേ. യഥാർത്ഥ മടങ്ങി വരവ് കർത്താവിലേക്ക് തിരിയാനുള്ള അഭിഷേകം നൽകണമേ. കരം ഉയർത്തി അടിച്ച് ചേർത്ത് പാടുന്നു. അനുദപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ, ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിക്കും. ആ ബോധ്യത്തോടെ ചേർന്ന് പാടി ശക്തമായ കർത്താവേ, അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ, കുഞ്ഞുങ്ങൾക്ക് നൽകണമേ, തലമുറയ്ക്ക് നൽകണമേ. ഈ അഭിഷേകം സ്വീകരിച്ച് കരം താഴ്ത്തി അടിച്ചു പാടും മക്കളെ. അനുദപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ, ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരം നീട്ടണമേ. ഓരോ മക്കളുടെ മേൽ, ഓരോ ആത്മാവിന്റെ മേലും കരങ്ങൾ നീട്ടണമേ. നിത്യ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സകല ആത്മാക്കളുടെ മേലും കരം വെക്കണമേ കർത്താവേ. ഇരു കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുക മക്കളെ. കർത്താവ് നൽകുന്ന ഈ മുന്നറിയിപ്പ്, ഈ വാണി, ഇത് നമുക്കുള്ള കർത്താവിന്റെ സ്വരമാണ്. ഈ വലിയ തിരിച്ചറിവോടെ കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് യേശു നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. അനുതാപത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അനുതാപത്തിന് കൃപയായി വരണമേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ, പാപത്തെ ഉപേക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. കർത്താവിന്റെ തിരുമുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കേ. അനുതാപത്തിന്റെ പെരുമഴ പെയ്യട്ടെ. സകല പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ പരിപൂർണ്ണമോ ഉയർത്തി അതരം തുറന്ന് ആത്മാവിനെ വിളിക്കും മക്കളെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ കൃപ പെരുമഴ പോലെ പെയ്യട്ടെ, പെയ്യട്ടെ.
നദി പോലെ ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. കഠിന ഹൃദയങ്ങൾ ഉടയപ്പെടട്ടെ. കഠിന ഭാവികൾ മാനസാന്തരപ്പെടട്ടെ. വർഷങ്ങളായി വചനം കേട്ടിട്ടും ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടും ഇതുവരെയും അനുതാപമില്ലാത്ത, മാനസാന്തര അനുഭവങ്ങളില്ലാത്ത ഓരാത്മാക്കളെയും കർത്താവേ കരം വെച്ച് അഭിഷേകം ചെയ്യണമേ. പിശാച് കെട്ടിവെച്ച ബന്ധന കെട്ടുകളെ പൊട്ടിക്കണമേ. സാത്താന്റെ അടിസ്ഥാനങ്ങളെ തകർക്കണമേ. ജനിക ആസക്തികളെ കത്തിച്ചാരമാക്കണമേ. ലൗകിക മോഹങ്ങളെ നിർവീര്യമാക്കണമേ. സകല ഭൗതികതകളുള്ള ആഗ്രഹങ്ങളെ അവിടുന്ന് പിഴുത് കളയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേക തീ കത്തട്ടെ. വചനത്തിന്റെ തീ കത്തട്ടെ. ദൈവ സ്നേഹത്തിന്റെ ഫയർ കത്തട്ടെ. ആത്മാവിലും കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. പിശാചിന്റെ പിടികൾ തകരട്ടെ. സാത്താന്റെ ഹോൾഡുകൾ തകരട്ടെ. നിത്യനാശത്തിന്റെ പിടി അമർന്നിരിക്കുന്ന ആത്മാക്കൾ രക്ഷ പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ. വചനം കേട്ടിട്ടും വചനത്തെ ചവിട്ടിക്കളയുന്ന സകല ജീവിതങ്ങളുമേൽ കർത്താവിന്റെ കരം വരാൻ ഇരു കരങ്ങളുമേൽ ഒരിക്കൽ കൂടെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. അഭിഷേകം, അഭിഷേകം പകരണമേ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഈ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങൾ അഭിഷേകം ചെയ്യണമേ. അനുതാപം കൊടുക്കണമേ. പ്രാർത്ഥിക്കാനുള്ള ദാഹം കൊടുക്കണമേ. വിശുദ്ധിയിൽ വളരുവാനുള്ള ദാഹം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനുതാപം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഞങ്ങളുടെ തലമുറകളിൽ യഥാർത്ഥ മാനസാന്തരത്തിന്റെ തീ കത്തി കത്തി പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങൾ അനുതാപത്തിന്റെയും യഥാർത്ഥ മാനസാന്തരത്തിന്റെയും ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ വലിയ പ്രത്യാശയോടെ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് മടങ്ങിവരവിന്റെ സമയത്തെക്കുറിച്ചാണ്. മറ്റേത് കാലഘട്ടത്തെക്കാളും നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിൽ തന്നെ അതിപ്രാധാന്യമേറിയൊരു കാലഘട്ടമാണ്. ആനുകാലിക സംഭവങ്ങളും കാലത്തിന്റെ അടയാളങ്ങളും ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാലഘട്ടമാണ്. വലിയ മാറ്റത്തിന്റെ കാറ്റുകൾ ലോകത്തിൽ വീശിക്കൊണ്ടിരിക്കുക. പല ലോകരാജ്യങ്ങളിലും ഭരണകൂടങ്ങൾ തകർന്നു വീണു. പുതിയ ഭരണകൂടങ്ങൾ അവിടെയെല്ലാം രൂപപ്പെട്ടു. സാമൂഹിക, സാങ്കേതിക, സാമ്പത്തിക തലങ്ങളിലും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തിന്? ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ വരെ ഈ വലിയ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും. ഈ മാറ്റങ്ങളെല്ലാം ആധുനിക മനുഷ്യനെ എവിടെയാണ് കൊണ്ടെത്തിച്ചത്? ദൈവത്തോടുള്ള മറുതലിപ്പിൽ. മനുഷ്യൻ കർത്താവിൽ നിന്ന് അകന്നുപോയി. പ്രവാചകനായ സക്രിയായിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുകയാണ്. 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: അതുകൊണ്ട് നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. പ്രവാചകനായ സക്രിയായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. എന്താണ് ഈ വചനം നമ്മോട് പറയുന്നത്? നീ അവരോട് പറയുക. ആരോട്? ഈ കാലഘട്ടത്തിലെ ദൈവജനത്തോട്. എന്താ പറയേണ്ടത്? എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ ആഗ്രഹം അവൻ നമ്മൾ അറിയിക്കുകയാ. നമ്മുടെ മടങ്ങി വരവാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇല്ലേ? ഈ ശുശ്രൂഷയിൽ അനേകം മാതാപിതാക്കൾ പങ്കെടുക്കുന്നുണ്ട്.
ഒരു അപ്പൻ ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് എന്തുമാത്രം ആഗ്രഹങ്ങൾ നമ്മുടെ മക്കളെ കുറിച്ച്, അവരുടെ പഠനത്തെ കുറിച്ച്, അവരുടെ ജീവിതത്തെ കുറിച്ച്, അവരുടെ ഭാവിയെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ചെല്ലാം ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും, എന്തിന് സ്വപ്നങ്ങളുള്ളവരാ നമ്മളൊക്കെ. എന്നാൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ തന്നെ കർത്താവിനും വലിയൊരു ആഗ്രഹമുണ്ട്. എന്താണ് കർത്താവിന്റെ ആഗ്രഹം? നമ്മുടെ മടങ്ങി വരവാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാ കർത്താവിന് ഈ ആഗ്രഹം തുടങ്ങിയത്? എപ്പോഴാ കർത്താവിന്റെ ഹൃദയത്തെ ഈ ആഗ്രഹം ജനിച്ചത്? നമ്മൾ എപ്പോഴാണോ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയത്, നമ്മൾ എപ്പോഴാണോ കർത്താവിനെ വിട്ടുപേക്ഷിച്ചത്, ആ സമയം മുതൽ കർത്താവ് കാത്തിരിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും മടങ്ങി വരവിന് വേണ്ടി. ഇവിടെയാണ് ദൈവമക്കളെ യഥാർത്ഥ ഉണർവ് ആരംഭിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുക, നമുക്ക് എത്ര പേർക്ക് യഥാർത്ഥത്തിൽ ഒരു ആഗ്രഹമുണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക്, കർത്താവിന്റെ സ്നേഹത്തിലേക്ക്, കർത്താവിന്റെ പരിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ട്? നമ്മുടെയൊക്കെ ആഗ്രഹമാണ് നമ്മളൊക്കെ മക്കൾ പഠിച്ച് വലിയവരാകണം, ഉന്നതരാകണം, ഡോക്ടേഴ്സ് ആവണം, എഞ്ചിനീയേഴ്സ് ആവണം. ഞാൻ കണ്ടുമുട്ടിയ അനേക മാതാപിതാക്കളുടെ ആഗ്രഹം അവരുടെ മക്കൾ ഡോക്ടർമാരാകാനാ, എഞ്ചിനീയേഴ്സ് ആകാനാ. ഇത് ആഗ്രഹിക്കാത്ത വളരെ കുറച്ച് മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ആഗ്രഹം മക്കൾ കൂടി വരണ്ടേ? മക്കൾക്ക് ഈ ആഗ്രഹം വരുമ്പോഴാ യഥാർത്ഥത്തിൽ പഠനം ആരംഭിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 2-3 തിരുവചനങ്ങളിലൂടെ എന്താണ് പരിശുദ്ധാത്മ സംസാരിക്കുന്നത്? അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, നീ നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിയുക. കർത്താവിലേക്ക് ആരൊക്കെ തിരിയുന്നുവോ, വചനം ഉറപ്പ് തരുന്ന 3-ാമത്തെ വചനം, ഞാൻ നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും. ഹല്ലേലൂയ! യഥാർത്ഥമായ ഡെലിവറൻസ്, യഥാർത്ഥമായ ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പരിപൂർണമായും കർത്താവിലേക്ക് തിരിയണം. ഈ വചനം വീണ്ടും ഉറപ്പിക്കുന്നുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? എന്റെ നാമം പേറുന്ന എന്റെ ജനം, കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് പറയാം, മൈ പീപ്പിൾ, എന്റെ ജനം, എന്റെ ഉടമ്പടിയുടെ ജനം, ഞാൻ എന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത എന്റെ ജനം, അവർ എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി തങ്ങളുടെ പാപ ജീവിതം, അശുദ്ധ ജീവിതം, ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി നിങ്ങളുടെ ദേശത്തെ ഞാൻ അനുഗ്രഹിക്കും. ഇത് കർത്താവിന്റെ വാഗ്ദാനം. പാപം ഉപേക്ഷിക്കാതെ ഒരിക്കലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും കർത്താവിലേക്ക് മടങ്ങി വരാതെ കർത്താവ് നൽകുന്ന നന്മകൾ, ഉപകാരങ്ങൾ സ്വന്തമാക്കാൻ കഴിയുകയില്ല. ആരെയും വേദനിപ്പിക്കാൻ പറയല്ല. പ്രിയമുള്ളവർ, വചനം വെളിപ്പെടുത്തുന്നുണ്ട്, നിയമാനുസൃതം ഓടാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് ഈ ലോകത്തിന് സുഖങ്ങളും ഈ ലോകത്തിന്റെ സകല ഭോഗേച്ഛകളും അനുഭവിച്ച് അവസാന നാളുകളിൽ അല്പസ്വല്പം അനുതാപക്കിയായി പ്രാർത്ഥിച്ചങ്ങ് പോവാം, എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗം കിട്ടും. ചിലരുടെ ധാരണ ഇതാ, ഇങ്ങനെയൊക്കെ ജീവിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നേ, സ്വർഗത്തിൽ കടക്കാൻ പറ്റും. ഇത് ആര് തരുന്ന ചിന്തയാ? ഇത് പിശാച് തരുന്ന ചിന്തയാ. എങ്ങനെയെങ്കിലും ജീവിച്ചത് കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. വചനം പറയുകയാണ്, നിയമാനുസൃതം ഓടാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. നിത്യതയിൽ ജീവന്റെ കിരീടം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന കർത്താവിൽ നിന്ന്. എങ്കിൽ ഇവിടെ ഈ ലോകത്തിൽ കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു സമർപ്പണം, പ്രിയ ദൈവമക്കളെ, നമുക്കുണ്ടാകണമെന്ന് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുകയാ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവരൊരു ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന് അഭിമാന താരമായ ഷൈനി വിൽസൺ ഏഷ്യാഡിൽ 800 മീറ്ററിൽ മത്സരിക്കുകയാണ്. കേരള ജനത വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച ഒരു മത്സരമായിരുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടത്. ടെലിവിഷന്റെ മുൻപിൽ ശ്വാസം മടക്കിക്കൊണ്ടാണ് നമ്മൾ അനേകരിരുന്നത്. ഷൈനി വിൽസൺ അവൾ ട്രാക്കിൽ നിൽക്കുകയാണ്. വിസിൽ മുഴങ്ങി, ഓട്ടം തുടങ്ങി, മത്സരം ആരംഭിച്ചു.
ആ മത്സരത്തിന്റെ അവസാന ഭാഗത്ത് നമ്മളെല്ലാം കണ്ടു. ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നാമതായി ഷൈനി വിൽസൺ ഓട്ടം പൂർത്തിയാക്കുകയാണ്. നമ്മളെല്ലാം ടെലിവിഷന് മുന്നിൽ കൈകളടിച്ച് പലരും ചാടി തങ്ങളുടെ ആനന്ദം പ്രകടമാക്കി. അങ്ങനെ അനൗൺസ് ചെയ്തു, ഏഷ്യാഡിൽ 800 മീറ്റർ ഓട്ടത്തിൽ ഷൈനി വിൽസണിന് ഫസ്റ്റ് പ്രൈസ്. നമുക്കൊക്കെ വലിയ സന്തോഷമായി. എന്നാൽ ഏതാനും സെക്കൻഡുകളെ കഴിഞ്ഞുള്ളൂ, മറ്റൊരു അനൗൺസ്മെന്റ് വന്നു. അനൗൺസ്മെന്റ് ഇതാണ്: ഷൈനി ഈസ് ഡിസ്ക്വാളിഫൈഡ്. നമ്മൾ ആകെ സ്തംഭിച്ചു പോയി. ഷൈനി ഈസ് ഡിസ്ക്വാളിഫൈഡ്. ഷൈനി വിൽസണിന്റെ ഒന്നാം പ്രൈസ് സെക്കൻഡ് പ്രൈസ് ആയി എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ആയി എന്നല്ല പറഞ്ഞത്, ഡിസ്ക്വാളിഫൈഡ്. ആ ഓട്ടത്തിൽ പങ്കെടുക്കാത്തൊരു വ്യക്തിയായി പ്രഖ്യാപിക്കുകയാ. എന്താ കാര്യം? ക്യാമറ കണ്ണുകൾ അത് ഒപ്പിയെടുത്തു. ഷൈനി വിൽസൺ ഇങ്ങനെ ഓടുന്ന സമയത്ത് അവളുടെ സ്വന്തം ട്രാക്കിൽ നിന്ന് ഏതാനും സെക്കൻഡുകൾ ട്രാക്ക് മാറി മറ്റേ ട്രാക്കിലൂടെ ഓടി. ഇത് ആ മത്സരത്തിന്റെ നിയമത്തിന് വിരുദ്ധമായൊരു കാര്യമായിരുന്നു. നിയമാനുസൃതം ഓടാത്തത് കൊണ്ട് ഷൈനി വിൽസനെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും അത് എന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. 15 വയസ്സിൽ ഞാൻ യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചു. അനേകരുടെ സുവിശേഷം പറഞ്ഞു. പല രാജ്യങ്ങളിലേക്കും സുവിശേഷമായി കടന്നു ചെന്നു. അനേകം ആത്മാക്കളെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നയിച്ചു. ഞാൻ ചിന്തിക്കുകയാണ്, നിത്യതയിൽ കർത്താവിന്റെ മഹത്വത്തിന് സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയൊരു സമ്മാനമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് കർത്താവിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുമ്പോൾ കർത്താവ് എന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സന്തോഷ് ഡിസ്ക്വാളിഫൈഡ്. സന്തോഷേ, നീ ഡിസ്ക്വാളിഫൈഡ് എന്ന് കർത്താവ് എന്നെ നോക്കി പറഞ്ഞാൽ, പ്രിയ സഹോദര സഹോദരി, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി അതാണ്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് സ്വർഗം എങ്ങനെയെങ്കിലും കരസ്ഥമാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, അത് പിശാച് തരുന്ന ചിന്തയാണ്. കർത്താവിന്റെ വചനം അനുസരിച്ച് അപ്രകാരം ജീവിതം ക്രമപ്പെടുത്താത്ത ഒരു വ്യക്തിക്കും സ്വർഗം സ്വന്തമാക്കാൻ കഴിയുകയില്ല. മാർക്കോസ് സുവിശേഷം 1:15 നമ്മുടെ കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ താൻ ആദ്യം പ്രഘോഷിച്ച വചനമാണത്. സമയം സമാഗതമായി, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സമയം സമാഗതമായി, ഇത് അനുദപിക്കുവാനുള്ള സമയമാണ്. ഇത് മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനുള്ള സമയമാണ്. ഇത് ദൈവകരുണയുടെ സമയമാണ്. ദൈവമക്കളെ, കർത്താവിന്റെ മുന്നറിയിപ്പുകളെ ഞാനും നിങ്ങളും അവഗണിച്ചാൽ, കർത്താവ് നൽകുന്ന ഈ വചനത്തെ നമ്മൾ ചവിട്ടിക്കളഞ്ഞാൽ, സ്നേഹത്തോടെ പറയട്ടെ, നിത്യതയിൽ ഞാനും നിങ്ങളും വളരെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ മുന്നറിയിപ്പ് നൽകുകയാണ്. നിത്യതയിൽ നമ്മൾ ഒരുപാട് സഹിക്കേണ്ടി വരും. സമയം സമാഗതമായി, വിധിയുടെ സമയം ആഗതമായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവ കരുണയുടെ സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇതിനെ നമ്മൾ അവഗണിച്ചു കളഞ്ഞാൽ നമ്മളെല്ലാം ദൈവത്തിന്റെ നീതിയിലൂടെ കടന്നു പോകേണ്ടി വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 5-ാം വചനത്തിലോട്ട് വരിക. ഇന്ന് നമ്മൾ മഴയ്ക്ക് വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിക്കണേ. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ വചനം പറയുന്നുണ്ട്, എന്റെ ജനം അവരുടെ ദുഷ്ടമാർഗങ്ങൾ ഉപേക്ഷിച്ച്, പാപവഴികൾ ഉപേക്ഷിച്ച് അവർ എന്നിലേക്ക് മടങ്ങി വന്നാൽ അവരുടെ ദേശത്തെ ഞാൻ അനുഗ്രഹിക്കും. ഇത് കർത്താവിന്റെ വാക്കാ. നിയമോത്തര പുസ്തകം 28:12 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. തക്ക സമയത്ത് മഴ പെയ്യിച്ച്. എന്തുകൊണ്ടാ ഇന്ന് പ്രകൃതി മനുഷ്യനോട് മറുതലിക്കുന്നത്? ഒരേയൊരു ഉത്തരമേ ഉള്ളൂ. മനുഷ്യൻ കർത്താവിനോട് മറുതലിക്കുമ്പോൾ, കർത്താവിന്റെ വചനത്തെ പുച്ഛിക്കുമ്പോൾ ഈ പ്രകൃതി മനുഷ്യനോട് മറുതലിക്കുകയാ. ഇന്ന് മഴ കിട്ടാതെ ഇന്ന് എന്തുമാത്രം ചൂടാണ്. കേരളത്തിൽ ഇതുപോലൊരു കാലാവസ്ഥ വന്നിട്ടില്ല. കേരള ഗവൺമെന്റ് അടുത്ത നാളുകളിൽ പ്രഖ്യാപിച്ചു, ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെയുള്ള ആ പൊതുപണികളെല്ലാം നിർത്തിവെക്കണമെന്ന്. ഇതൊന്നും കേരളത്തിൽ നടക്കാത്ത കാര്യങ്ങളാ. കേരള ജനതയുടെ കണ്ണു തുറക്കേണ്ട സമയമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവനിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. വലിയ വലിയ മാറ്റങ്ങൾ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തണുപ്പ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ ഈ നാടുകളിൽ, ദേശങ്ങളിൽ അതിശക്തമായ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വചനം പറയുന്നു, നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ മഴ പെയ്ച്ച് നിങ്ങൾ അനുഗ്രഹിക്കും. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 7-8 വചനത്തിൽ പറയുകയാണ്, കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി. ഒരു നഗരത്തിൽ മഴ പെയ്യിച്ചപ്പോൾ മറ്റേ നഗരത്തിൽ മഴ പെയ്യിച്ചില്ല. നടക്കുക. എത്ര കൃത്യ കർത്താവിന്റെ വാക്ക്. തൃശ്ശൂരിൽ മഴ പെയ്യുമ്പോൾ തൊട്ടടുത്ത സ്ഥലത്ത് മഴ പെയ്യുന്നില്ല. ഞാൻ തൃശ്ശൂരിൽ നിങ്ങളോട് സംസാരിക്കുന്നു. എറണാകുളത്ത് മഴ പെയ്യുമ്പോൾ കോട്ടയത്ത് പെയ്യുന്നില്ല. കോട്ടയത്ത് മഴ പെയ്യുമ്പോൾ പത്തനംതിട്ടയിൽ പെയ്യുന്നില്ല. ഇങ്ങനെ പോവുകയാ. ഒരു പട്ടണത്തിൽ മഴ പെയ്തപ്പോൾ മറ്റേ പട്ടണത്തിൽ മഴ എത്ര നാളുകളായി കേരളത്തിൽ സുലഭമായി മഴ പെയ്തിട്ട്. ഇതെല്ലാം അടയാളമാണ് ദൈവജനം അനുധപിക്കുവാൻ, കർത്താവിലേക്ക് മടങ്ങി വരുവാനുള്ള അടയാളമാ. ഇതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മ പറയുന്നത് 24:5. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നു. ഭൂമി പൊള്യൂട്ടഡായി, ഭൂമി ദുഷിച്ചു പോയി. ആര് നിമിത്തം? അതിൽ വസിക്കുന്ന മനുഷ്യർ നിമിത്തം. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ, ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പാപത്തിന്റെ അരാജകത്വങ്ങളും വഴിവിട്ട ലൈംഗികതകളും അത്തരത്തിലുള്ള മ്ലേച്ഛതകളും അക്രമങ്ങളും അനീതികളും ഈ കാലഘട്ടത്തിൽ അതിശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം ഒരു അറുതി വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കരുത്. ഇത് മടങ്ങി വരവിനുള്ള സമയമാണ്. പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 5:10 പറയുന്നു, ഞാനും നിങ്ങളും ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകളുടെ പ്രതിഫലം സ്വീകരിക്കുവാനായി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. ഒരു മാനസാന്തര ജീവിതത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് നമ്മുടെ നിയോഗങ്ങളെയും വ്യക്തിപരമായ ആവശ്യങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.